ചുരുങ്ങിയ സമയം വെച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു പയറ് കറി തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അര കപ്പ് അളവിൽ ചെറുപയർ ഞാനൊരു 5-6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ചേർത്തൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുപ്പത്ത് ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ചേർത്തോട്ടതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ കടുകും പെരിഞ്ചീരകം കൂടെ ചേർത്തൊന്ന് പൊട്ടിപ്പൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞ് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്ന. ഞാനിതിൻ്റെ കൂടുതൽ നമ്മളൊരു 3 അല്ലി വെളുത്തുള്ളി കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല പഴുത്ത ഒരു വലിയ തക്കാളി എടുത്തേക്കുന്നത്. ഇതിന് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മിക്സ് വേവിച്ച് വെച്ചേക്കുന്ന മിക്സ് ഇതിലോട്ട് ചേർത്ത് ചെറുപയർ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണേ. നമുക്ക് ചെറു ചൂടുള്ള വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയുള്ള കറി ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.